ഹായ്, എല്ലാവർക്കും BYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. 2022 നടന്ന 10th പ്രിലിംസിന്റെ ലാസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40 ക്വസ്റ്റ്യൻസ് വരെയാണ് ചെയ്തത്. ബാക്കിയാണ് ഇന്ന് നോക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന്റെ PDF ആവശ്യമുണ്ടെങ്കിൽ BYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ ഞാൻ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നുണ്ടോ? അതുപോലെ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. 1903 മെയ് 15 ഇദ്ദേഹം SNDP സ്ഥാപിച്ചു. അതുപോലെ 1922 നവംബർ 22 ടാഗോർ ഗുരുവിനെ സന്ദർശിക്കുന്നത്. ടാഗോർ ഗുരുവിനെ സന്ദർശിച്ചെന്നാണ് 1922 നവംബർ 22. ഗാന്ധിജി ഗുരുവിനെ സന്ദർശിച്ചെന്ന അത് 1925 മാർച്ച് 15. ഗാന്ധിജി 1925 മാർച്ച് 15 ടാഗോർ 1922 നവംബർ 22 ഗുരുവിനെ സന്ദർശിച്ചത്. 1924 ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. ഈ ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? അത് ടി സദാശിവ അയ്യരായിരുന്നു. ടി സദാശിവ അയ്യര്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് കവി ജി ശങ്കരക്കുറുപ്പ്. ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അതുപോലെ മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരു തന്നെയാണ്. അത് ശ്രീലങ്കയുടെ സ്റ്റാമ്പിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? പയ്യന്നൂര്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂര്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ആര്? കെ കേളപ്പൻ. ഇദ്ദേഹമാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരിയാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വേദാരണ്യം ഗാന്ധി എന്നാണ്. സി രാജഗോപാലാചാരി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വേദാരണ്യം ഗാന്ധി. ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരൊക്കെയെന്നറിയാവോ? ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ സി കൃഷ്ണൻ നായർ, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്. ആരൊക്കെയാണ്? സി കൃഷ്ണൻ നായർ, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ആര്? ക്ഷമിക്കണം, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയും EMS നമ്പൂതിരിപ്പാടാണ്. ഒന്നുകൂടെ പറയാം, കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയാണ്. EMS ഏത് മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? കേരള നിയമസഭയിലേക്ക് EMS തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം നീലേശ്വരം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് EMS. EMSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രമാണേത്? പ്രഭാതം. EMSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രം പ്രഭാതം. EMS അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? EMS അക്കാദമി അത് തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ ശാല. EMS അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ ശാല. EMSന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. EMSന്റെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ. അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളം, ഇന്നലെ, ഇന്ന്, നാളെ, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, കാൾ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, ബെർലിൻ ഡയറി. ഏതൊക്കെയാണ് കൃതികൾ? കേരളം, ഇന്നലെ, ഇന്ന്, നാളെ, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്,
1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, കാൾമാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, ബെർലിൻ ഡയറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 44-ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി, അതായത് തെറ്റായതാണ് ചോദിച്ചേക്കുന്നത്. 1 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, 2 വാഗൺ ട്രാജഡി, 3 1919 ഏപ്രിൽ 13 നടന്ന സംഭവം, 4 വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാർ ആയിരുന്നു. അപ്പൊ തെറ്റായത് ഏതൊക്കെയാണ് ഇതില്? 1ഉം 3ഉം. ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? 1921 മലബാർ കലാപം നടന്നത്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചതാരാ? കെ മാധവൻ നായർ. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ. മലബാർ കലാപത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷ് പോലീസിനെ ധീരമായി നേരിട്ട വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷ് പോലീസിനെ ധീരമായി നേരിട്ട വനിത കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ഏതാണ്? ദുരവസ്ഥ. സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകം രചിച്ചത് ഉറൂബ്. മലബാർ കലാപത്തെ ആസ്പദമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകം രചിച്ചത് ഉറൂബ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 45. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. കല്ലുമാല സമരം സംഘടിപ്പിച്ചതാരാ? അയ്യൻകാളി. ഓപ്ഷൻ എ അയ്യൻകാളി. പിന്നാക്ക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് കല്ലുകൾ കൊണ്ടുള്ള ആഭരണത്തിന് പകരം ആധുനിക ആഭരണങ്ങൾ അണിയാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് നടന്ന ലഹളയാണ് ഇത്? കല്ലുമാല സമരം. പിന്നാക്ക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് കല്ലുകൾ കൊണ്ടുള്ള ആഭരണത്തിന് പകരം ആധുനിക ആഭരണങ്ങൾ അണിയാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് നടന്നതാണിത്. 1915 ഒക്ടോബർ 24 കല്ലുമാല സമരം നടന്നത്. കൊല്ലം ജില്ലയിലെ പെരിനാടായിരുന്നു ഇതിന്റെ പ്രധാന കേന്ദ്രം. അതുകൊണ്ട് തന്നെ പെരിനാട് ലഹള എന്നറിയപ്പെടുന്നതും കല്ലുമാല സമരം തന്നെയാണ്. എങ്ങനെ അറിയപ്പെടുന്നത്? പെരിനാട് ലഹള. 46-ാമത്തെ ക്വസ്റ്റ്യൻ. സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. NSSന്റെ സ്ഥാപക നേതാവാണല്ലേ ആര്? മന്നത്ത് പത്മനാഭൻ. എന്നാ NSS സ്ഥാപിക്കുന്നത്? 1914 നവംബർ 31. 1921 ശ്രീമൂലം പ്രജാസഭയില് മന്നത്ത് പത്മനാഭൻ അംഗമാകുന്നുണ്ട്. എന്നാണ് 1921 മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ആരായിരുന്നു? പ്രസിഡന്റ്. അതുപോലെ 1947 മുതുകുളം പ്രസംഗം നടത്തിയതും മന്നത്ത് പത്മനാഭനാണ്. മുതുകുളം പ്രസംഗം 1947 മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. മന്നത്തിന്റെ ആത്മകഥ ഏതാണ്? എന്റെ ജീവിത സ്മരണകൾ. ഭാരത കേസരി എന്നറിയപ്പെടുന്നു. അതുപോലെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവി എന്നറിയപ്പെടുന്നതും മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവി എന്ന് വിശേഷിപ്പിച്ചത് KM പണിക്കരാണ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? KM പണിക്കർ. 47-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമത്തിലുള്ളത് കണ്ടെത്തുക. ശരിയായ കാലഗണനാ ക്രമത്തിലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന എന്നാ? 1924. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ക്ഷേത്രപ്രവേശന വിളംബരം 1936. പാലിയം സത്യാഗ്രഹം 1947. 48-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. 1946 ഒക്ടോബർ 24 പുന്നപ്ര വയലാർ സമരം നടന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടുള്ള മുദ്രാവാക്യം ഏതാണ്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ.
തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചതാരാ? തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചത് CP രാമസ്വാമി അയ്യര്. ആരാണ്? CP രാമസ്വാമി അയ്യരാണ് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചത്. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നതും പുന്നപ്ര വയലാർ സമരമാണ്. എങ്ങനെ അറിയപ്പെടുന്നു? തുലാംപത്ത് സമരം. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന ആരാ? CK കുമാരപ്പണിക്കർ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കർ. പുന്നപ്ര വയലാർ സമരത്തിന്റെ മറ്റു നേതാക്കളാണ് K ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ്, സുഗതൻ മുതലായവര്. മറ്റു നേതാക്കന്മാരാരൊക്കെയായിരുന്നു? K ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ്, സുഗതൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 49ാമത്തെ ക്വസ്റ്റ്യൻ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന എന്നാ? 1936. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ആരാണ്? ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12 എങ്കിൽ മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്നാ? തിരുവിതാംകൂറിൽ 1936 നവംബർ 12. മലബാറിൽ എന്നാ? 1947 ജൂൺ 2. കൊച്ചിയിൽ 1947 ഡിസംബർ 20. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 50ാമത്തെ ക്വസ്റ്റ്യൻ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? VT ഭട്ടതിരിപ്പാട്. ആരാണ്? VT ഭട്ടതിരിപ്പാട്. അനാചാരങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞ അണുബോംബ് എന്നറിയപ്പെടുന്ന VTയുടെ നാടകമാണ് ഏത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. എങ്ങനെ അറിയപ്പെടുന്നത്? അനാചാരങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞ അണുബോംബ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് 1929 തൃശ്ശൂരിലെ ഇടക്കുന്നിയിലാണിത് അവതരിപ്പിക്കുന്നത്. വർഷം 1929. സ്ഥലം എവിടെയാണ്? തൃശ്ശൂരിലെ ഇടക്കുന്നി. 1935 ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് കൊടുമുണ്ട കോളനി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 1935 ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് കൊടുമുണ്ട കോളനി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അത് VT ഭട്ടതിരിപ്പാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 51. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഓപ്ഷൻ D. വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നാ? വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2002. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏതാണ്? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏതാണ്? തോട്ടപ്പള്ളി സ്പിൽവേ. എന്നാണ് അത് സ്ഥാപിക്കുന്നത്? 1955. തോട്ടപ്പള്ളി സ്പിൽവേ 1955. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ തീരത്താണ്. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം ഏതാണ്? വേമ്പനാട്ട് കായൽ തീരം. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് ദ്വീപുകൾ ഏതൊക്കെയാണ്? വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകള് വല്ലാർപാടം, വൈപ്പിൻ, വെല്ലിംഗ്ടൺ, പാതിരാമണല്, പെരുമ്പളം, കുമരകം, കടമക്കുടി. ഏതൊക്കെ ദ്വീപുകളാണ് വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്നത്? വല്ലാർപാടം, വൈപ്പിൻ, വെല്ലിംഗ്ടൺ, പാതിരാമണൽ, പെരുമ്പളം, കുമരകം, കടമക്കുടി.
52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ഏതാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലത്? ശാസ്താംകോട്ട കായൽ. എവിടെ സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയില്. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയില്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിലുള്ള തടാകമാണ് ഏത്? ശാസ്താംകോട്ട കായല്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിലുള്ള തടാകമാണ് ശാസ്താംകോട്ട കായല്. ശാസ്താംകോട്ട കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതും 2002 തന്നെ. വേമ്പനാട്ട് കായലും ശാസ്താംകോട്ട കായലും റംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന വർഷം ഏതാണ്? 2002. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായല്. കായലുകളുടെ രാജ്ഞി ആരാണ്? ശാസ്താംകോട്ട കായലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്ര? കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയാ? തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കടൽ തീര ദൈർഘ്യം 580 കിലോമീറ്റർ. തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക. 1 ഭാരതപ്പുഴ, 2 പാമ്പാർ, 3 ഭവാനി, 4 പെരിയാർ. ഏതൊക്കെയാണ് കിഴക്കോട്ടൊഴുകുന്നത് ഇതില്? പാമ്പാറും ഭവാനിയും. ഓപ്ഷൻ സി 2ഉം 3ഉം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? മൊത്തം 3 എണ്ണം അല്ലെ? കബനി, ഭവാനി, പാമ്പാർ. കബനി നദി ഉത്ഭവിക്കുന്നത് വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ്. ഭവാനിയുടെ ഉത്ഭവം നീലഗിരി കുന്നിൽ നിന്നാണ്. അതുപോലെ പാമ്പാർ ഉത്ഭവിക്കുന്നത് ബെൻമൂറിൽ നിന്നാണ്. ഇടുക്കി ജില്ലയിലെ ബെൻമൂറിൽ നിന്നാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം? ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1861 മാർച്ച് 12. ഓപ്ഷൻ ഡി. തിരൂര് മുതൽ ബേപ്പൂർ വരെ ആയിരുന്നു അല്ലെ? തിരൂര് മുതൽ ബേപ്പൂർ വരെ. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ചതെന്നാ? തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ചത് 1904 നവംബർ 26. കേരളത്തിൽ ആദ്യത്തെ പാത വരുന്നത് തിരൂർ മുതൽ ബേപ്പൂർ വരെ 1861 മാർച്ച് 12. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ചത് 1904 നവംബർ 26. 56ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം? കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. ഓപ്ഷൻ എ പേരമ്പാടി ചുരം. ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡി നായ്ക്കന്നൂർ ചുരം. മാനന്തവാടിയെ മൈസൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നത് പെരിയ ചുരം. മാനന്തവാടിയെ മൈസൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നത് പെരിയ ചുരം. കോഴിക്കോടിനെ മൈസൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏതാണ്? അത് താമരശ്ശേരി ചുരം. എന്നോട് പറയാം. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നത് പേരമ്പാടി ചുരം. ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നത് ബോഡി നായ്ക്കന്നൂർ ചുരം. മാനന്തവാടിയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നത് പെരിയ ചുരം. കോഴിക്കോടിനെ മൈസൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നത് താമരശ്ശേരി ചുരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏതു നദിയുടെ തീരത്താണ്? മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏതു നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. ഓപ്ഷൻ സി ഭാരതപ്പുഴ. മാമാങ്കം നടന്നിരുന്ന ക്ഷേത്രമാണേത്? തിരുനാവായ ക്ഷേത്രം. 12 വർഷത്തിൽ ഒരിക്കലായിരുന്നു മാമാങ്കം നടന്നിരുന്നത്. മാമാങ്കം 28 ദിവസമായിരുന്നു നീണ്ടു നിന്നിരുന്നത്. എത്ര ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു? 28 ദിവസം. 12 വർഷത്തിൽ ഒരിക്കലായിരുന്നു നടന്നിരുന്നത്. മാമാങ്കം ആരംഭിച്ചത് AD 829 അവസാന മാമാങ്കം നടന്നത് AD 1755. അപ്പൊ മാമാങ്കം ആരംഭിച്ചത് AD 829 829. അവസാന മാമാങ്കം നടന്നത് AD 1755 1755. അടുത്ത ക്വസ്റ്റ്യൻ. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം? യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം കുരുമുളക്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തില് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്
കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിൽ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിലാണ്. 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. ഓപ്ഷൻ എ. അങ്ങനെയെങ്കിൽ മലയാള ലിപി ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പുസ്തകം ഏതാ? മലയാള ലിപി ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ്. ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഹോക്കി അല്ലേ? ഒരു ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ കേരളീയനാണ് PR ശ്രീജേഷ്. ഒരു ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ കേരളീയൻ ആരാണ്? PR ശ്രീജേഷ് ആണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ആരാ? ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദ് ആണ്. ഹോക്കി മാന്ത്രികൻ ആരാണ്? ധ്യാൻചന്ദ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി എന്ന് പറയുന്നത്. ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം 11. എന്താണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 11. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.